അത് കൊണ്ടുപോകാൻ പറ്റില്ല, സ്പേസ് ഇല്ല. ഇതണ്ട ഒരു ചാക്ക് നിറയെ സാധനമൊക്കെ ഇട്ട് വന്നേക്കണില്ല. ചാക്ക് നിറയെ സാധനമൊക്കെ ഇട്ട് വന്നേക്കണേ, ഡെലിവറിയാ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഒരു സാറ്റർഡേ ദിവസം ശനിയാഴ്ച എന്നാണ് ഈ ശനിയാഴ്ച ദിവസം ഒരിക്കലും മിക്കവാറും മറ്റേ ഊംബറിന്റെ സാധനം ഓണാക്കണം എന്നും പറഞ്ഞിട്ടുള്ള വീഡിയോ വന്നേക്കണം. അങ്ങനെ ഇന്നത്തെ കലാപരിപാടിയാണ് തുടങ്ങണേ. ഇന്ന് എന്തായിരിക്കും അവസരമല്ലോ, ഒന്നും ഓണാക്കിയിട്ടില്ല, എല്ലാം ഓണാക്കണം. ഓട്ടം തുടരണം, ജീവിതമെന്ന ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ, അല്ലേ അല്ലേ? ഉറക്കത്തിൽ നിന്നിട്ട് മോഹിക്കണം, സീനാണ്. ഓക്കെ, ഒരു ചായ പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാൻ പരിപാടി. ഇന്നും എന്തെങ്കിലും വീട്ടിൽ ആടിയ, എന്തേലൊക്കെ ആടിയത് പോവാ. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല. താനേ താനാ താനേ നാനാ തനി നാനി നാനി താനാ. യെസ്. അപ്പോൾ ഇന്നലെ ഞാനിപ്പോ ഇന്നലത്തെ ചില ആൾക്കാർ പറയില്ലേ, ചില ആൾക്കാരല്ല, മിക്ക ആൾക്കാർക്ക് ഒരു അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്, അതായിരിക്കുള്ളൂ അങ്ങനെ പറയണം. അപ്പൊ ഊംബറില് റേറ്റിംഗ് അതും കുറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പ് കിട്ടില്ല എന്നൊക്കെ പറയല്ലേ. അപ്പൊ അതിന് ഊബറില് റേറ്റിംഗ് അതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ ഇപ്പൊ ഏത് ആപ്പിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഡിഫറൻസ് വരും. അപ്പോൾ എൻ്റെ ഊബറിന്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഇപ്പൊ ഓൺ ആക്കിയിട്ടേക്കണ്ട. എന്റെ പ്രൊഫൈൽ നേരത്തെ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. ഇത് കണ്ട 50% അക്സെപ്റ്റൻസി, 4.94 സ്റ്റാർ റേറ്റ്, 4 ക്യാൻസലേഷൻ. ഇത് 5 ആയിരുന്നു, തന്നെ മാറിയേക്കാണ് 4 ഈ 2 ദിവസം കൊണ്ട്. അതായത് 7-ഉം 7-3 10 ട്രിപ്പ് എടുത്തപ്പോൾ തന്നെ ഒരു ക്യാൻസലേഷൻ പോയിട്ടുണ്ട്. അക്സെപ്റ്റൻസി 56 ആയിരുന്നു. അത് 2 ദിവസം ഇപ്പൊ ഉപയോഗിച്ചത് ഓണാക്കിയിട്ടിട്ട് ഇപ്പൊ നമ്മ നോക്കി ട്രിപ്പ് എടുത്തിട്ട് തന്നെ അത് 50ലേക്ക് കുറയാണ് ചെയ്തേക്കണം. അത്രയും ട്രിപ്പ് ഞാൻ എടുത്തിട്ടില്ല, അതായത് ഒരുപാട് ട്രിപ്പ് എടുക്കാത്തുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ. ഇത് മാച്ചിങ് തന്നെ വന്നത്. ഇത് കണ്ട, ലാബിഷ് മാച്ചിങ് ട്രിപ്പുകൾ നമുക്ക് വരുന്നുണ്ട്. ഇത് കൺഫേമാ. 402 രൂപ. എത്ര കിലോമീറ്റർ ആണെന്ന് നോക്കി നിങ്ങള്, 27 കിലോമീറ്റർ. ഈ സമയം എപ്പോഴാണെന്ന് കൂടി നോക്കൂ കേട്ടാ. അതായത് വൈകുന്നേരം 5:30, അതായത് അത്രയും തിരക്കുള്ള ടൈമിന് വന്നിരിക്കുന്ന ഒരു ഓട്ടോണ്. പൈപ്പിൻ സൈഡിലേക്ക് 14 രൂപ കിലോമീറ്ററിന്. 27 കിലോമീറ്ററിന് 402 രൂപ. ഈ 402 പിന്നെ 5 രൂപ 5% പിന്നെയും കെട്ടാവും. 1 മണിക്കൂർ കൂടുതലാണ് ഈ പറഞ്ഞിടത്തേക്ക് എത്താം. അപ്പൊ ഞാൻ പറഞ്ഞേ, ഇതണ്ട, ഇതൊക്കെ കൺഫേം ട്രിപ്പുകളാണ് കേട്ടാ. എന്താ അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രിപ്പ് കിട്ടില്ല എന്ന് പറയണത് എനിക്കറിയില്ല. അങ്ങനെ ട്രിപ്പ് തരാണ്ടിരിക്കേണ്ട കാര്യമൊന്നും ഊബറിനില്ല. അതായത് അവർക്ക് മാക്സിമം കമ്മീഷനാണ് വേണ്ടത്. മാക്സിമം ഓരോ ഡ്രൈവർമാരിലേക്ക് എത്തിക്കുക. ആദ്യം നിയർ ബൈ എത്തിക്കുക, അത് കഴിഞ്ഞിട്ട് നിയർ ബൈ അല്ലെങ്കിൽ അടുത്ത ആളേക്ക് പോവുക, അതിങ്ങനെ പോവുക. അത് മാക്സിമം ഡ്രൈവർമാരിലേക്ക് എത്തിക്കുക. നമ്മൾ എടുക്കണ വേണ്ടെന്നുള്ളത് ഒരു ഡ്രൈവർമാരുടെ ഇതാണ് കേട്ടോ. അത് അല്ലെങ്കിൽ നിങ്ങൾ ട്രിപ്പ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമറിനോട് വല്ല മോശമായിട്ടൊക്കെ പെരുമാറി അവർ വല്ല വീഡിയോ ഒക്കെ എടുത്ത് ഇതായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അക്കൗണ്ടിനെ ബാധിക്കും. അപ്പൊ അതൊന്നല്ല എല്ലാ ആപ്പിലും. പക്ഷെ എല്ലാ ആപ്പും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണില്ല, കുറച്ചുകൂടി എഫേർട്ട്ലെസ് ആയിട്ട് വർക്ക് ചെയ്യണത് എനിക്ക് തോന്നുന്നു ഊബർ തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ അതും എന്തോരം ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഊബറിലാണ് കൂടുതൽ പണി കിട്ടണത് കേട്ടോ. അപ്പൊ അത് കസ്റ്റമറോടൊക്കെ മര്യാദക്ക് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ട്രിപ്പ് കിട്ടുന്നതല്ല ഞാൻ ഒന്നും പറയില്ല, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇതൊന്നും എനിക്ക് അറിയില്ല. അത് എനിക്ക് തോന്നണില്ല അങ്ങനെയൊന്നും ഉണ്ടെന്ന്. ഇതൊരു ബിസിനസ് ആയിട്ട് തന്നെ കാണാൻ നോക്കുക, അല്ലാതെ നമ്മൾ കൂടുതൽ
ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ എനിക്ക് എന്തായാലും ഓണാക്കുമ്പോൾ അത്യാവശ്യം നല്ല ഓട്ടം വരുന്നുണ്ട്. ഞാൻ എടുക്കാത്തതുകൊണ്ടാണ്. അതായത് നമുക്ക് എടുത്തിട്ട് കാര്യമില്ല. കൊണ്ടുപോയി 20-30 കിലോമീറ്റർ 400 കിലോമീറ്റർ 400 രൂപ കൊണ്ട് ആക്കിയിട്ട് ആ ഓട്ടം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇനിയിപ്പോ റിട്ടേൺ ആയ എമൗണ്ടിൽ തന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ എത്തുമ്പോഴത്തേക്കും പിറ്റേ ദിവസത്തേക്കുള്ള പിന്നെ CNG അടിക്കും. ഒരു 200 രൂപ 300 രൂപ പോലും മാറ്റിയിപ്പോ ഉണ്ടാവൂലേ. അതൊക്കെ അറിയാന്ന്. ഇപ്പൊ നമ്മ ഒരുപാട് ആൾക്കാര് നമുക്ക് മെസ്സേജ് ഒക്കെ ചെയ്യുമ്പോ പറയണ കേസ് തന്നെ. അതിൽ കുറെ ആൾക്കാർ ഇതിനെ കുറിച്ചൊന്നും ധാരണയില്ലാത്ത കുറെ ആൾക്കാരാണ് പറയണത് സൂപ്പറായിട്ട് ഓട്ടമുണ്ട്. സംഭവം ശരിയാണ്, സൂപ്പറായിട്ട് ഓട്ടമുണ്ട്. അതിന് നമുക്കൊന്നും കിട്ടണില്ല എന്നാണ് നമ്മൾ ഇപ്പോഴും പറയണത്. അല്ലാണ്ട് ഊബർ കൊള്ളില്ലെന്നാ അല്ലെങ്കിൽ ഊബർ കമ്പനി കൊള്ളില്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഊബർ കമ്പനിയൊക്കെ അടിപൊളിയാണ്. ഡ്രൈവർമാർക്ക് കാശില്ലാണ്ട് പിന്നെ ആ കമ്പനി എന്തിന്? ഡ്രൈവർമാർക്ക് പേയ്മെന്റ് കൊടുത്താൽ മതി. അതേസമയം ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ഊബർ ഗോലും അതായത് ഡിസയറിന്റെ അല്ലെങ്കിൽ ഊബർ ഗോയുടെ ചെറിയ ട്രിപ്പുകൾ, അതായത് ഊബർ ഗോ ട്രിപ്പുകളൊക്കെ എടുത്തിട്ട് പോണത്, അതായത് ഇർട്ടിക വണ്ടിയൊക്കെ വന്നിട്ടാണ് ഇപ്പൊ ചെറിയ ട്രിപ്പ് എടുക്കണം. എല്ലാരും പിന്നെ ആ കസ്റ്റമറൊക്കെ പറയണത് നമ്മൾ ഈ ഇതിന്റെ അകത്ത് ഫുൾ സാധനം റെക്കോർഡാണ്. കസ്റ്റമർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കണം. 300-350 MG റോട്ടിൽ നിന്ന് ഇർട്ടിക വണ്ടി അരൂരൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോകുന്നുണ്ട്. അതായത് ചന്ദ്രൂർ ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് ഇർട്ടിക വണ്ടി കൊണ്ടുവന്ന് ഇറക്കണുണ്ട് ബിലോ 400 രൂപക്ക്. അപ്പൊ അതൊക്കെ എന്തോരം ഇതാണെന്ന് എനിക്ക് അറിയില്ല. അതൊക്കെ എന്ത് സംഭവം നടക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഈ ഇടക്കൊച്ചി ഭാഗത്തും അരൂര് ഭാഗത്തും അവിടെ ഇവിടെയൊക്കെ ഇറക്കി പോണ വണ്ടികളൊക്കെ വലിയ വണ്ടികളെ ട്രിപ്പ് എടുത്തു വന്നത് വെച്ചാൽ അവർക്ക് ട്രിപ്പ് ഇല്ലല്ലോ. അവർക്ക് ട്രിപ്പ് കിട്ടണല്ലോ. വലിയ വണ്ടികളിലൊക്കെ ട്രിപ്പ് കുറവാണ്. എന്തോരം പറഞ്ഞ് ഇന്റർസിറ്റി നോക്കിയിരിക്കും. അവർക്ക് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ഓണാക്കിയിടാനുള്ള ഇതുണ്ട്. അതായത് ഈ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇതിപ്പോ നമ്മുടേത് ഇപ്പൊ ഞാനിപ്പോ ഈ സാധനമൊക്കെ ഓഫ് ആക്കിയിട്ടേക്കും കണ്ട. യൂബർ ഗോ, ഹവർലി റെന്റ്, ഈ സാധനമൊക്കെ ഞാൻ ഓഫ് ആക്കിയിട്ടേക്കും. അതിന്റെ കൂട്ടത്തില് ഇന്റർസിറ്റി കാര്യങ്ങൾ ഇതെല്ലാം അതിൻ്റെ അകത്ത് പ്ലസ് വരും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അതെല്ലാം ഓണാക്കി ഇട്ടിട്ടാണ് ഇപ്പൊ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ഓട്ടം അവരുടെ കയ്യിൽ ഇല്ല. എങ്കിലും ഓട്ടം ഉള്ളവരും ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഓട്ടം വല്ല ഓടിക്കാൻ നോക്കാം. ഇന്നത്തെ പരിപാടി എന്തോ എത്ര രൂപക്കുള്ള ഓട്ടം കിട്ടുമെന്നോ ഒന്നും അറിയില്ല. ഓട്ടോ എടുക്കാം. നമ്മളെ മറ്റേ 20,000 രൂപയുടെ റീചാർജ് ഇല്ലേ, അതില് 9,490 ആയി കേട്ടോ. അതെ, ഇത്ര ഓട്ടോ എടുത്ത് അതിപ്പോ 3-4 ദിവസം തോന്നുന്നു. അതിന്റെ അത് 2 ദിവസത്തോളം മര്യാദക്ക് ഓടിയിട്ടില്ലല്ലോ. 2 ദിവസം വേറെ ഓട്ടത്തിലായിരുന്നല്ലോ. ഓൺലൈനിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇന്ന് നോക്കാം ഓട്ടം എല്ലാം കിട്ടുമെന്ന്. ഇന്നെന്തായാലും ഇവിടെയൊന്നും വണ്ടിയില്ല. ഞാൻ എന്റെ മറ്റേ ഊബറിന്റെ പേഴ്സണൽ ഇതിലേക്ക് കയറി വെച്ചും ബുക്കിംഗ് നോക്കിയപ്പോഴത്തേക്കും അരൂക്കുറ്റി അപ്പുറത്തും വണ്ടിയുണ്ട്, ഇടക്കൊച്ചിയുടെ അവിടെയും വണ്ടിയുണ്ട്. ഈ റോട്ടിൽ നമ്മുടെ വണ്ടി മാത്രം കിടപ്പുള്ളതായിട്ടാ കാണിക്കണം. അങ്ങനെ എന്തായാലും നോക്കാം, ട്രിപ്പ് ഇട്ടോ നോക്കാം. 6 മണി കഴിഞ്ഞ്. ആ മാം, ഡ്രൈവറാണേ. ഗുഡ് മോർണിംഗ്. ഞാൻ അങ്ങോട്ട് വരികയാണ്. ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞതാണ്. റാപ്പിഡോ ഡ്രൈവറാണ്. ഞാൻ അങ്ങോട്ട് വരികയാണ്. ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞതാ. ഞാൻ അമ്പലത്തിന്റെ അവിടെ ഉണ്ട്. ശരി ശരി. അപ്പൊ ആദ്യത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ആയട്ടാ. ഇവിടെ അരൂരിന്ന് തന്നെ നോക്കാം. 005 ആണല്ലേ? റിനായല്ലേ? പുള്ളി നല്ല കൊരയാണല്ലോ രാവിലെ. വേണ്ട പോരുന്ന്. എങ്ങാനും കൊണ്ടുപോയാലാന്ന് ഓർത്തായിരിക്കും. അവന് ഭയങ്കര വിഷമാണ്. ഒറ്റക്കായി. നല്ലൊരു മേഡ് വരുന്നുണ്ട്. ഡോക്ടറാണേ, റിനായിലെ ഡോക്ടറാണ്. പക്ഷെ എനിക്കറിയാൻ പാടില്ല. ഞാൻ അവരുടെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ബുക്കിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്നോട് പറയണേ, ഒരു കൊച്ചിന്റെ അച്ഛനല്ലേ, ശരീരം കുറച്ചുകൂടി വേണം കേട്ടാ, ഇന്ന പോലെയൊക്കെയാണ് സംഭവം, ഇന്ന സാധനങ്ങളൊക്കെ നീ കഴിക്കണം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് മേഡം കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ടിപ്പാണ്ടോ ഡോക്ടർ മേഡം പറഞ്ഞെന്താന്ന് വെച്ചാലേ, നമുക്ക് ഇന്റർസിറ്റി പറഞ്ഞ വന്നേക്കണം 1023 രൂപ 40 കിലോമീറ്ററിന്.
അതായത് 200 രൂപ ഇന്റർസിറ്റി ചാർജ് കൂട്ടിയിട്ട് ഓട്ടം വന്നേക്കാൻ. വലിയ പറമ്പ്. വലിയ പറമ്പ്, അതായത് പറവൂരപ്പുറം. എടുക്കണ്ട. അപ്പൊ എന്നോട് പറഞ്ഞേ ഡെയിലി ഒരു 3 എഗ്ഗിന്റെ ഇതില്ലേ, മറ്റേ യെല്ലോ ഷെയ്ഡുള്ള സാധനം, അത് കഴിക്കണം കേട്ടാന്ന്. ഡെയിലി ഒരു 3 പ്രോട്ടീൻസ്. ഞാൻ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. അത് പോരാ, ഇത് ഫോളോ ചെയ്തോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അത് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ഓട്ടം കിട്ടാൻ ഇവിടെ അടുത്ത് സൈഡാക്കാം. നമുക്കപ്പുറം വഴി അങ്ങോട്ട് പോകാം. നമുക്കേ അങ്ങനെ ഇവിടെ അങ്ങോട്ട് പോവാം. പിന്നെന്ന് പറയാം. പിന്നെ അത് തന്നെ 488. ഇപ്പൊ കേറിയ കസ്റ്റമറിനെ റാപ്പിനോടെ കുറിച്ച് ഒരു പിടുത്തമില്ല. അതെന്ത് സാധനം, അതെന്ത് സാധനം കേരള സാധനം. ഞാൻ എന്താണ്, ഞാൻ ഡൽഹിയിലാണ് മോനി, ഞാൻ ഊബറാണ് ഉപയോഗിച്ചു വന്നത് എന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞ ഇന്ന പോയി എഴുത ആരും എന്നൊക്കെ പറഞ്ഞു. 250 രൂപ കിട്ടിയടാ. അങ്ങനെ അതായത് ഊബറാണ് കേട്ടോ നമുക്ക് ട്രിപ്പ് കിട്ടിയത്. കൊറേ പേരായിട്ട് വെറുതെ നടക്കണത്. നോക്കുമ്പോ ട്രിപ്പ് അതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. റേറ്റ് ഒന്നും ഞാൻ നോക്കിയില്ല, നോക്കട്ടെ എത്ര രൂപയാണ് എത്ര കിലോമീറ്റർ ഒക്കെയാണ് നോക്കട്ടെ. ട്രിപ്പ് അടിച്ച് ആ ഡ്രൈവറാണേ, സാറിന്റെ ഫ്രണ്ടിലല്ലേ? വേ വരുന്ന കേട്ടോ. ഓക്കെ. അടുത്ത ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് റാപ്പിഡ് വലി. റാപ്പിഡ് ട്രിപ്പ് അടിച്ച്. മറ്റേത് വെറും ശോകം ഊബർ. ഞാൻ 190 സംതിങ് കണ്ടായിട്ടാ എടുത്തത് 10 കിലോമീറ്റർ. അപ്പൊ ഏകദേശം 18 രൂപ മുകളിൽ റേറ്റ് കിട്ടുമല്ലാന്ന് ഓർത്ത് ഇവിടെ കൊണ്ട് നോക്കിയപ്പോഴത്തേക്കും 11 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 15.5 രൂപ വെച്ച് കിലോമീറ്റർ കിട്ടിയേക്കാം. 15.5. എന്ത് സീനാണെന്ന് ശോകം. എന്താണ് മനസ്സും എടുത്തു പോവും അങ്ങനത്തെ ട്രിപ്പ് എടുത്തും പോയി കൊണ്ടാറാം. എന്റെ മനസ്സിൽ 18 രൂപ മുകളിലാണെന്നുള്ളതായിരുന്നു. പക്ഷെ നടപടി ആയില്ല. ഇപ്പൊ എന്തായാലും റാപ്പിഡ് അടിച്ച്. അപ്പൊ നമ്മുടെ ആ ട്രിപ്പ് കഴിഞ്ഞേട്ടാ ലൂർദ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. 259 രൂപ 12 കിലോമീറ്റർ. പിക്കപ്പ് 480. 500 മീറ്റർ ആ മറ്റുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞു. കേരള സവാരി എവിടെ? കേരള സവാരി ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ലല്ലോ. ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല കേരള സവാരി. ഓണാക്കിട്ടേക്കണം, ഓണാക്കിടാം. ഊമ്പർ ഒരു ചെറിയൊരു ഊമ്പോ കിട്ടി നമുക്ക് ആദ്യം തന്നെ. അത് മണ്ടത്തൊരു ഇപ്പൊ അത് എടുക്കണ്ടായിരുന്നു. ഞാൻ ആ 190 കണ്ടതേ. 190 കണ്ടപ്പോ ഞാൻ അതിലായിപ്പോയി. അതായത് എന്റെ 10 കിലോമീറ്റർ ആണല്ലോ കാണിച്ചത്. 10 കിലോമീറ്റർ ഡ്രോപ്പ് 197 രൂപ മറ്റേ കാണിച്ചു. അപ്പൊ എന്താണെങ്കിലും 18 രൂപ 19 രൂപ റേറ്റ് കിട്ടുമല്ല എന്നുള്ള മൂഡിലായി കയറി എടുത്ത്. പക്ഷെ സ്പോട്ടിൽ ചെന്നപ്പോഴത്തേക്കും 11 കിലോമീറ്റർ വണ്ടി ഓടിയതും കാണിക്കുന്നുണ്ട്, 15.5 രൂപ വെച്ച് കിലോമീറ്ററും കാണിച്ചേക്ക്. ഓണാക്കിട്ടുണ്ട്. അപ്പൊ റാപ്പിഡോയില് 620 രൂപയുടെ ഓട്ടോയി. ഇതിന്റെ ഓട്ടം കിട്ടുമോ നോക്കാം. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് 1 വേയിൽ കൂടി വന്നിട്ട് ഇപ്പുറത്തൂടെ എക്സിറ്റ് ആയി.
എവിടെയാണ് മാം? ഒന്നിട്ട് പറയാവോ? അതെ അതെ, രണ്ടാമത്തെ റൈറ്റ്. ഓക്കെ ശരി, ഞാൻ വരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ അവിടെ വരുമ്പോ വിളിക്കാം കേട്ടോ. പച്ചാളം ബ്രിഡ്ജ് കേറിയിട്ട് റൈറ്റ്, രണ്ടാമത്തെ റൈറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് കേറിയിട്ട് വിളിക്കാം. അവിടെ നോക്കണം, അവള് ഇവിടെ ഉണ്ടാക്കാണ്ട കുത്തി പൊട്ടി അവള് ഇങ്ങനെയൊക്കെ നോക്കും. ഇത് വിളിച്ചു ചോദിച്ചില്ലെങ്കിൽ റാപ്പിഡ് ഒരു സീനാണ്. ഇങ്ങനെ വിളിച്ച് നമുക്ക് ചിരക്കില്ലെങ്കിൽ നമ്മൾ പെട്ടു. പാലത്തിന്റെ ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മ നേരെ ഇവിടെ വൺ വേ അല്ല മുഴുവൻ. അപ്പൊ നമ്മള് ഓടി അവിടെ ചെല്ലുമ്പോ അവര് പറയും അയ്യോ മോനെ അവിടെയല്ല മോനെ ഇപ്പുറത്താന്ന് പറഞ്ഞില്ലേ, പെട്ട്. അപ്പൊ നമ്മുടെ ഓട്ടം കഴിഞ്ഞു. 239 രൂപ, 240 രൂപ തന്നു. 250 രൂപ, 10 കിലോമീറ്റർ ഇടാ, 250 രൂപ കഷ്ടം. അതെങ്കിലും തന്നല്ല, അതന്നെ വലിയ കസ്റ്റമറെ കൊണ്ടുവന്ന് തട്ടി. അതായത് നമ്മുടെ കാക്കനാടേക്ക് പോയി, നമ്മുടെ വീഗാട് പാലാരോട്ടകത്തേക്ക് പോകുമ്പോ വീഗാടിന്റെ അവിടെ നിന്ന് നേരെ അപ്പുറത്ത്, അതായത് കാക്കനാട് എത്തണ്ട അതിന് മുമ്പ് ആയുർവേദ ക്ലിനിക്കാണ്. ആയുർവേദ ക്ലിനിക്ക് പാർക്കിങ് വെച്ചേക്കണം 1.5 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി വല്ല ട്രിപ്പും കിട്ടുമെന്ന് നോക്കാം. കേരള സവാരി ഓണാക്കിയേക്കാം, കേരള സവാരിയൊക്കെ ഓണാക്കിയിട്ടേക്കാം. ഇതൊരു കുഞ്ഞു കുഞ്ഞു വഴിയൂടാ മൊത്തം. കേരള സവാരി ഓണാക്കാനൊന്നും ഇല്ല. ഇപ്പൊ വന്നപ്പോഴൊക്കെ ഓണാ, എന്നിട്ട് പോലും ട്രിപ്പ് അടിച്ചിട്ടില്ലല്ലോ. പിന്നെ അതാണ് സീനില്ല. 900 മീറ്റർ അപ്പുറത്തുണ്ട്, 130 രൂപ ട്രിപ്പാണ്. 4 കിലോമീറ്റർ ആറ്റേ ഉള്ളൂ. 4 കിലോമീറ്റർ ഞാൻ കണ്ടായിരുന്നു. എടപ്പള്ളി സൈഡിലാണെന്ന് പറയാം, പക്ഷെ എടപ്പള്ളി എവിടെയാണെന്ന് അറിയില്ല. എടപ്പള്ളി എന്നാണ് കാണിച്ചത്. എന്തായാലും കസ്റ്റമർ എടുക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എത്തി. അപ്പൊ നമ്മളിവിടെ ആക്കിയിട്ടേ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കസ്റ്റമറുടെ കോൾ വന്നു. കസ്റ്റമറുമ്പോഴത്തേക്ക് കസ്റ്റമർ പറയണ് ഇന്നപോലെ റാപ്പിഡോയിലാണ്, റാപ്പിഡോ അല്ല മറ്റേ ഇതിലാണെന്ന് പറഞ്ഞു, ഊബറിലാണെന്ന് പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഊബറല്ലല്ലോ ഇത് റാപ്പിഡോയിലെന്ന് ചോദിച്ചു. അപ്പൊ സോറി റാപ്പിഡോ ആണട്ടാ, റാപ്പിഡോ ഉപയോഗിക്കട്ടാന്ന് പറഞ്ഞു. ഷോക്കോണെന്ന് പറഞ്ഞു. മറ്റേ നിങ്ങൾക്ക് ഈ കാര്യം പോലും നമുക്കൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഈ 2-3 കിലോമീറ്റർ ആക്കിയപ്പോ തന്നെ 3 കിലോമീറ്റർ ആക്കിയപ്പോ തന്നെ എനിക്ക് 170 രൂപ കിട്ടി. മറ്റേത് വെറും പണി മുടക്കാം, നിങ്ങൾ 160 രൂപ മുടക്കാൻ വേണം. ഡ്രൈവറിന് ആകാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മ ഉപയോഗിക്കാട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ ഗുഡ് ബോയ് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഓക്കെ അടിച്ചു. പിന്നൊന്നും അറിയോ, എന്താണ് അല്ല എന്താ കസ്റ്റമറാ അല്ല ഡ്രൈവർ എ സി ഇല്ലെന്നോ? ഇനി നോൺ എ സി ആണോ ബുക്ക് ചെയ്തത്? ഇപ്പൊ നോൺ എ സി എന്നൊക്കെ കാണിക്കണുണ്ട്. അത് ശരി, എനിക്കറിയില്ല കേട്ടാ. ഉഡായിപ്പ് കസ്റ്റമർ കേരള സവാരി ഡോക്ടറാണ്. കേറിയച്ചും എ സി ഒക്കെ ഇട്ടിച്ച് സംഭവം വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ വന്നു, നമ്മുടെ വെൽക്കെയറിൽ വന്നിറങ്ങിയിട്ട് 236 രൂപ. അപ്പൊ ഞാൻ 236 പറഞ്ഞപ്പോഴത്തേക്ക് 250 വന്നു. ബാലൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാലാണ്. ഞാൻ പറഞ്ഞു ജി പേ തരാം, എന്റെ ചേഞ്ച് ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പണി 36 ഞാൻ അങ്ങോട്ട് ജി പേ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്തറിയാ 200 രൂപ വെച്ച് ഹസ്ബൻഡിനെ കൊണ്ട് ബാക്കി ഞാനിപ്പോ അക്കൗണ്ട് ഇടിക്കാന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് പോയി. എന്തോ ഭാഗ്യത്തിനുണ്ടല്ല, ഇവര് പോകേണ്ട എന്തോ കല്യാണ പരിപാടിക്ക് പോകേണ്ട ടീമാണ്. ഇവരുടെ നേരെ ഇപ്പുറത്താണ് മറ്റേ ഇത് വന്നേക്കണം, അതായത് വണ്ടിക്ക് പോകേണ്ടത്. അപ്പൊ കാറിൽ കയറാൻ വേണ്ടിയില്ലേ ഇവര് തലയിൽ മറ്റേ സാധനമൊക്കെ ഇട്ടിട്ടേ ഡ്രസ്സ് എടുത്ത് തലയിൽ ഇട്ടിട്ടില്ലേ നൈസായിട്ട് അവരോടെ പോണ്. അപ്പൊ ഞാനപ്പോ 2 മിനിറ്റ് അവിടെ നിന്നേ. അപ്പൊ ഞാൻ അവരോട് വേണോന്നും പറഞ്ഞ് വിളിച്ചു. അപ്പൊ കാണാത്തവരോണ് ഞാൻ ഹോൺ അടിച്ചു. ഡോക്ടറാണ്ടാ, നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ഹോൺ അടിച്ച് എന്നിട്ട് കാണാത്തവര് പോയി. അപ്പൊ ഞാൻ സെക്യൂരിറ്റി വന്നിട്ട് ഇവിടെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞ അവര് തിരക്കാണല്ലോ. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ പൈസ അവര് തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ മേടിക്കും, നീ പൈസ മേടിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ലെഫ്റ്റ് തിരിച്ച് അവരുടെ വണ്ടി എടുത്തോണ്ട് നിർത്തി. എന്നിട്ട് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞേ അത് നിങ്ങളുടെ നമ്പറിലേക്ക് വരുമെന്ന് പൈസ. ഞാൻ പറഞ്ഞു എന്റെ നമ്പർ മേഡത്തിന്റെ ഇവിടെ നിന്ന് ചോദിച്ചു.
അല്ല അപ്പൊ ഈ നമ്പരാന്ന് ഞാൻ പറഞ്ഞ ആ നമ്പർ അല്ല മാഡം, നമ്പർ ഇറക്കാണ്ട് നമ്പർ ഇതാന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് നമ്പർ വന്ന് അപ്പൊ ഈ നമ്പറിൽ നിന്നേ അങ്ങോട്ട് വരും കാശെന്ന്. ഞാൻ പറയാം ഏത് നമ്പറിൽ നിന്ന്. അപ്പൊ ഞാൻ പറയാ നമ്പർ എന്ന് പറഞ്ഞു. ഞാൻ പറയാം അപ്പൊ മേഡം എങ്ങനെ കാശ് അടക്കാൻ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. എന്റെ നമ്പർ അറിയാൻ പറയാണ്ട് മേഡം എങ്ങനെ അടക്കുമെന്ന് ചോദിച്ചു. ഇല്ല ഈ നമ്പറിൽ നിന്ന് വരുമെന്ന്. അതായത് നമ്മളോട് ഒന്നും പറയാനില്ല, ആ കസ്റ്റമർ മുങ്ങാനുള്ള പരിപാടിയായിരുന്നു. മനസ്സിലായ? ഞാൻ ആ കസ്റ്റമർ ഒന്ന് വിളിക്കട്ടാ. വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉഡായിപ്പ് ടീമൊക്കെ. അതെ 36. അതെ വേണ്ട. ഇങ്ങനെ നമ്മ വിളിച്ച് മേടിച്ചില്ലെങ്കിലേ ഈ കാശൊന്നും കിട്ടൂല. അതായത് ഇവര് മുങ്ങും, അവരാ വിടല് വിടും. ഇങ്ങനെ കുറെ ടീമുകളുണ്ട്. അതായത് അവരെങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് പോന്നിരിക്കട്ടെ, എങ്ങനെ കാശ് കിട്ടും നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ആ പൈസ കിട്ടൂല. അതായത് ഇവർക്ക് എന്റെ നമ്പർ ഇവരയിലില്ല. ഇപ്പൊ ഞാനത് ചോദിച്ചാറാണ്. അതായത് നമ്മളാ പുറകെ വണ്ടിയായിട്ട് നിന്ന് പിടിച്ചാറാണ് കൈയോടെ, അല്ലെങ്കിൽ ഈ കാശൊന്നും കിട്ടൂല. അപ്പൊ ഇങ്ങനെ ഉഡായിപ്പ് ടീമുകളും വണ്ടിയിൽ കയറും. അപ്പൊ നമ്മൾ പിടിച്ചോളൂട്ടോ, നമ്മൾ വേണ്ടെന്ന് നോക്കേണ്ട കാശുണ്ട്. നമ്മൾ ഓടണല്ലേ, അപ്പൊ പണിയെടുക്കണ കാശാണ്. അപ്പൊ അത് എപ്പോഴും ആലോചിക്കണം. സംഭവം നമുക്ക് ഇത് കഴിയുമ്പോഴത്തേക്ക് 100 രൂപയുടെ ചിലവുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, യാത്ര ചെയ്തിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു ഉഡായിപ്പ് വരാം. എന്നാ പിന്നെ ഇവർക്ക് ഇങ്ങനെ പറയാല, 250 വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാല ബാലൻസ് ഈ നമ്പറിലേക്ക് ഇട്ടേക്കെന്ന് പറഞ്ഞാൽ ആ നമ്പർ ഇങ്ങോട്ട് തരല്ല. പക്ഷെ അത് ചെയ്തില്ല. ഇവരെന്ത് 200 ആയിട്ട് ബാക്കി അങ്ങോട്ട് ഇടാന്ന് പറഞ്ഞിട്ട് മുങ്ങിയ മൂടാ. അതായത് നമ്മുടെ നമ്പർ പോലും ഇല്ല അവരുടെ കയ്യിൽ. മനസ്സിലായ? പിന്നെ എങ്ങനെ ഒരു ജീപ്പ് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ എന്ത് പറയാനാ, ഇപ്പൊ നമ്മ ഫോളോ അപ്പ് ചെയ്താറും കിട്ടി, ഇല്ലെങ്കിൽ അതും ഇല്ല. അടുത്ത ട്രിപ്പ് അവിടെ നിന്ന് തന്നെ വെൽക്കേറിന്ന് തന്നെ. അയ്യോ ഞാൻ സിഗ്നലിന്റെ അങ്ങോട്ട് തിരിഞ്ഞായിരുന്നു. നമ്മ ഷോർട്ട് കട്ട് അറിയാലോ, നമ്മ ഷോർട്ട് കട്ട് അടിയാണെന്ന്. വേറെ പെട്ടെന്ന് എത്തി. കസ്റ്റമറായിട്ട് അകത്ത് വെയിറ്റ് ചെയ്യണേ. അത് മേടിച്ച് അതെല്ലാം തരൂല. ഞാൻ പറഞ്ഞില്ലേ വേറെ വണ്ടിയിൽ കേറിട്ടാ പോയത്. അല്ല എന്റെ അടുത്ത് വന്ന് ഇറങ്ങിയിട്ട് പോയതാ. വേറെ വണ്ടിയിൽ കേറിട്ടാ പോയത്. അവരുടെ മുങ്ങിയത് പുള്ളി വന്നപ്പോ ചോദിക്കണ്ട. പുള്ളി എന്നോട് ചോദിച്ചു കാശ് കൊടുക്കാണ് മുങ്ങ പരിപാടിയായിരുന്നു അല്ലേ അത്. പിന്നെ 299. അപ്പൊ നമ്മടെ ഓട്ടം കഴിഞ്ഞിട്ടാ. നമ്മളെ ഓട്ടം കഴിഞ്ഞ് 200 രൂപ കിട്ടി. 8 കിലോമീറ്റർ. റൈറ്റ് ടൈം 21 മിനിറ്റ്. 24 രൂപ വെച്ച് പെർ കിലോമീറ്റർ കേട്ടാ. ഓക്കെ ചേട്ടാ നമ്മളെ ഇപ്പൊ ഊബറില് ഈ സെയിം ട്രിപ്പ്, അതായത് നമുക്ക് 240 രൂപ 239 രൂപ അങ്ങനെ എന്തോന്ന് ഈ സെയിം ട്രിപ്പ് നമുക്ക് അടിച്ചേട്ടാ ഊബറില്. കൺഫേം ആയിട്ടും അല്ലാണ്ടും ഒക്കെ വന്നേ, ഞാൻ എടുത്തൊന്നുമില്ല. അപ്പൊ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് കസ്റ്റമർ റാപ്പിഡ് ബുക്ക് ചെയ്ത് അവർക്ക് മനസ്സിലായി നടപടിയാവൂലത്. അപ്പൊ നമുക്ക് കിട്ടിയ ട്രിപ്പ് അത് ഞാൻ തൊട്ടെടുത്ത് തരും. ഇങ്ങനെ കളിച്ചാൽ മതി, എന്ത് കാര്യം ഇങ്ങനെ കൊണ്ടുണ്ടായിക്കോണ്ട. ആകുമ്പോ 289 290 രൂപ നമുക്ക് കിട്ടും. പിന്നെന്ന് പറയാവോ, സോറി പിന്നെന്ന് പറയാം. കസ്റ്റമറുടെ സ്റ്റാൻഡിൽ കൊണ്ട് ഇറങ്ങിയപ്പോ തന്നെ അടുത്തോട്ടെ കേട്ടോ, മഞ്ഞുമ്മലിലേക്ക്. മഞ്ഞുമ്മൽ 550 മീറ്റർ ഡിസ്റ്റൻസിലുണ്ട് കസ്റ്റമർ. റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് റോഡ്, ആ തിയേറ്ററിന്റെ അവിടെയാണ് തോന്നുന്നത്. അമ്മയും കൊച്ചുമാണ്, അമ്മയും കൊച്ചും. പിന്നൊന്ന് പറയോ, 6893. മഞ്ഞുമലൻ. നമ്മളാ കസ്റ്റമറെ കൊണ്ടു തട്ടിയേട്ടാ. കുറച്ച് അന്തറിലാണ്, കുറച്ച് ആ ചേരാനല്ലൂരൊക്കെ പോണ അകത്തൂടെയുള്ള വഴിയാണ്, ആലുഭാഗത്ത്. ഇവിടെ നേരെ വേണമെങ്കിൽ നമുക്ക് ചേരാനല്ലൂർ സൈഡൊക്കെ ചെന്ന് ടച്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ റൂട്ടാണ്. പക്ഷെ
പക്ഷെ ഇവിടെ ഊംബർ ഞാൻ ഓണാക്കിയിട്ട് മറ്റേ കേരള സവാരി അടിക്കാനില്ല, റാപ്പിഡോ അടിക്കാനില്ല. പക്ഷെ ഊംബറിൽ ഇവിടെ അടിക്കാനുണ്ട്, ട്രിപ്പ് അടിക്കാനുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റുമോ നോക്കട്ടെ. പക്ഷെ നമ്മള് ആദ്യം ഒന്ന് ഇവരൊന്ന് പുഷ് ചെയ്ത് നോക്കാം. ഏത് റാപ്പിഡോ ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. ആൾക്കാരെങ്ങാനും എനിക്ക് കിട്ടാണ്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോ എങ്ങാനും വെച്ചങ്ങോട്ട് കറക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കിട്ടും. നോക്കാം. ഇതാ വെച്ച് കഴിഞ്ഞാൽ എറണാകുളം സൈഡിലേക്ക് 250 രൂപയ്ക്ക് ഇതിൽ കാണിക്കുന്നുള്ളൂ. ഇപ്പൊ വന്ന ട്രിപ്പ് തന്നെ 256 രൂപ എനിക്ക് കിട്ടി 11 കിലോമീറ്ററിന്. 22.63 വെച്ച് പെർ കിലോമീറ്റർ കിട്ടി. നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ പാടില്ല. ഒരു ട്രിപ്പ് അടിച്ചു വിടുന്നു 13 കിലോമീറ്റർ ഡ്രോപ്പ്, 13 ചില്ലറ. ഞാൻ അവിടെ ചെന്നിട്ട് പറയാം അത്രയാണെന്ന് തോന്നുന്നു. 13-14 256 രൂപ. പക്ഷെ ഇവിടെ നിന്ന് വട്ടമായി പോവുകയും ചെയ്യാം. ഇതാണ് സെക്കൻഡറി, മനസ്സിലായ? ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വട്ടമാകാൻ പറ്റും. ബാക്കിയായിട്ട് ഒരിടത്തേക്ക് പോകണ്ട, ഇവിടെ നിന്ന് പോവുകയും ചെയ്യാം. അതായത് 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. നമ്മൾ എത്താറായി 1.5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് വേണ്ട, വേറെ ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് കയറി പോകാൻ പറ്റുമോ നോക്കണം. ഇവിടെ കൂടി ഒരു ഷോർട്ട് കട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ പുള്ളിയൊന്നും വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കണില്ല, മനസ്സിലായി? വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അതായത് അതവിടെ വെക്ക സാറേ, സ്പേസില് ബാക്കില്. ഇതണ്ട ഒരു ചാക്ക് നിറയെ സാധനമൊക്കെ ഇട്ട് വന്നേക്കണില്ല. ചാക്ക് നിറയെ സാധനമൊക്കെ ഇട്ട് വന്നേക്കണേ. ഡെലിവറിയാ. അത് കൊണ്ടുപോകാൻ പറ്റില്ല, സ്പേസ് ഇല്ല. പോയിട്ടുണ്ടാ? അല്ല ഇതില് കൊണ്ടുപോകാൻ പറ്റില്ല. വലിയ വണ്ടിയില്ലേ? അല്ല എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. വേറെ വണ്ടി ബുക്ക് ചെയ്തോ? അത് വേറെ ഡ്രൈവർ, എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ക്യാൻസൽ ചെയ്തേക്കൊന്ന്. അതൊന്ന് ക്യാൻസൽ ചെയ്തേക്ക്. അവര് സംസാരിക്കല. അവര് പറഞ്ഞ ഹാച്ച് പാക്ക് വണ്ടിയിൽ വേറെ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അത് നടപടിയാവൂല മോനെ, നടപടിയാവൂല. സാധനം വേറെ വണ്ടിയിൽ 2 വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. ടീമോറെ നമ്മക്കറിയേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളതുകൊണ്ട് സാധനമൊക്കെ എടുത്തിട്ടേ ഇത് കണ്ടില്ലേ, ടീമോളെ 2 പേരും കൂടി അവിടെ നിന്ന് ചർച്ച ചെയ്യണേ. ഇതുണ്ട് വേറെ വണ്ടിയിലേ, വേറെ വണ്ടി കൊണ്ടുവരുന്നുണ്ട്. അത് ക്യാൻസൽ ചെയ്യാൻ പറയും. വേറെ വണ്ടി ബാക്ക് സീറ്റിൽ വെച്ചിട്ട് കൊണ്ടുവരണ്ടെന്ന്. അതായത് ബാക്ക് സീറ്റിൽ 2 വെച്ചിട്ട് കൊണ്ടുവരണ്ടെന്ന്. എന്ത് പറയാ, ഒന്ന് പാത്രം തൂതൊക്കെ എന്ത് കാര്യം. കസ്റ്റമർ ക്യാൻസൽ ചെയ്ത് 46 അടി. നമുക്ക് കയറി കസ്റ്റമർ അത് നമ്മുടെ കയ്യിലൊന്നും ഈ സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളങ്ങനെ പറയാ, ഒരു കസ്റ്റമറിന്റെ ഒരു സാധനം നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വേറെ സാധനം എന്തും ആയിക്കോട്ടെ, 2-3 കെട്ട് സാധനമൊക്കെ ഇട്ട് വന്നേക്കണ ടീമുകള്. നാട്ടപ്പട്ടിയാകണ കേസല്ല ഒന്ന്. ടീമുകളവിടെ 46-43 നമുക്ക് കിട്ടി. വേറെ വണ്ടിയിലേ കൊണ്ടുവരണം. എന്റെ പൊന്ന് ഡ്രൈവർമാരെ, നീയൊക്കെ ഒന്ന് മനസ്സിലാക്കി. നമ്മളെ ഈ വാഗനാർ വണ്ടിയിൽ ഉള്ള കണ്ട സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാരണം. നമ്മളെ മര്യാദക്ക് ഓടണം. ആ ഓടണ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. നമ്മളെവിടെയെങ്കിലും ഓടിപ്പടച്ച് ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനത്തെ സീനൊക്കെയാണ് പറയണം. എന്ത് പറയാനേ, വല്ല പോട്ടറും ബുക്ക് ചെയ്യാൻ പറ. അല്ലാണ്ട് കസ്റ്റമറിന് പോകേണ്ട വണ്ടിയുടെ അകത്താണ് സാധനം സീറ്റ് വെച്ചിട്ട് പോയെന്ന് ആ പെണ്ണ് പറയാം. ആ പെണ്ണ് ഊമയാണ്. ഊമയായിട്ട് അഭിനയിക്കണമെന്ന് പറയാൻ പോലെ. ഡ്രൈവർമാര് കൊള്ള ഏരിയയിലെത്താ. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്തെന്നറിയാവാ? മറ്റേ പാനായിക്കുളം. ഒരു അമ്പലം ഉണ്ട് ഇവിടെ, ശ്രീ വിഷ്ണുമായ മുത്തപ്പൻ ക്ഷേത്രം
കൊച്ചമ്പലം കൊടുവഴങ്ങ ഈ അമ്പലത്തിന്റെ ഒക്കെ തൊട്ടപ്പുറത്ത് തന്നെ. അപ്പൊ ഇവിടെയുള്ള ഊബർ ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് ഈ ഡെലിവറി ബോയ്സ് ആയിട്ട്, അതായത് പാർസൽ സർവീസ് അല്ല ഊബർ സർവീസ് ഉണ്ടാവും. അതായത് കൊള്ളാണ്ട പാത്രവും ചരിവും ഗ്യാസ് കുറ്റി അതും ഇതൊക്കെ വണ്ടിയുടെ അകത്ത് തന്നിടാൻ നേരത്ത് കൊണ്ടുപോകുന്ന ഡ്രൈവർമാർ ശ്രദ്ധയ്ക്കാണ്. നമ്മളെപ്പോലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ വണ്ടിയുടെ അകത്ത് പാസഞ്ചറുകളാണ്, അതായത് ബാക്കിൽ സ്പേസ് ഇല്ലാത്ത വണ്ടികളാണ്. അതായത് ഇതിന്റെ പുറകിൽ ലഗേജ് വരുമ്പോഴത്തേക്കും നമുക്ക് കസ്റ്റമർ എടുത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്നല്ലാണ്ട് ഗ്യാസ് കുറ്റിയ അല്ലെങ്കിൽ കവർ നിറയെ സാധനങ്ങൾ പാർസൽ ചെയ്യണ പരിപാടിയല്ല. ഇവര് ഡെയിലി വിടണമെന്നുള്ള മൂടാണ്. അതൊക്കെ കാറ്ററിംഗ് സർവീസ് തരാൻ പറ്റി. അപ്പൊ ഊബർ വിളിച്ച് വണ്ടി സാധനം ബാക്ക് സീറ്റിൽ വെക്കുമെന്ന്. ഞാൻ പറഞ്ഞ ഏറ്റവും ബാക്കിൽ വെക്കാനുള്ള സാധനമല്ലോ, അത്രയും ഉണ്ട് വലുത്, നിങ്ങൾ കണ്ടാലേ ഇടൂലേ. അപ്പൊ ഈ സാധനം 2 ഉണ്ടെന്ന്. എന്നിട്ട് അത് ഫ്രണ്ട് ഈ ബാക്ക് സീറ്റിൽ വെച്ചിട്ട് പോകുന്നു. അപ്പൊ ഞാൻ ആലോചിക്കാണ്, സീറ്റിന്റെ അല്ല ഈ താഴെ വെച്ചാലും ഓക്കെ, പക്ഷെ അതിലും വലുതാണ്, അത് ഗ്യാപ്പിൽ പോലും കൊള്ളൂല. അപ്പൊ അങ്ങനെയുള്ള ഡ്രൈവർമാർ ദൈവത്തെ ഓർത്ത് ഇതൊരു പാർസൽ സർവീസാക്കി മാറ്റല്ലേ. ഓടിക്കും, ഓടണമെന്ന് നമ്മൊന്നും പറയില്ല, ആൾക്കാരെ കൊണ്ടുപോകും, അല്ലാണ്ട് പോർട്ടർ ആകല്ലേ. ഞാൻ പറഞ്ഞാണുള്ള ഡ്രൈവർമാരോട്, അതായത് ഊബർ ഡ്രൈവർമാരോട്, മറ്റേ ഡ്രൈവർമാരോടല്ല. അവരൊക്കെ ഓക്കെ, അവരെ കുറിച്ചല്ല നമ്മൾ പറയണത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാണ്ടിരിക്കുക. ഇപ്പൊ ഞാനിടം വരെ ഓടിയിട്ട് എനിക്ക് 46 രൂപ, 1.25 കിലോമീറ്റർ കാണിച്ച് 750 മീറ്റർ നമ്മൾ ചെന്ന്. പക്ഷെ എന്നെ പോലെ മറ്റ് ബാക്കിയുള്ള ഡ്രൈവർമാര് 2.5 കിലോമീറ്റർ, ഈ ഒരു ചെറിയൊരു എമൗണ്ട് 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ഓടി വരുന്ന പിള്ളേരുണ്ടാവും. അപ്പൊ അവർക്കാണ് ഇതൊക്കെ ബുദ്ധിമുട്ടായി മാറണട്ടെ, ഇങ്ങനത്തെ ഡ്രൈവർമാര് കാരണം. അപ്പൊ ഞാൻ പറഞ്ഞ ഊബറിൽ ട്രിപ്പിന്റെ ബഹളം ഈ ആൾക്കാർക്ക് ഒന്നും ഒരു ഇതില്ലെന്ന് ആലോചിക്കണേ. ആരും എടുക്കണില്ല ട്രിപ്പൊക്കെ. ഞാൻ ഇപ്പൊ ഒരു സൂത്രം കാണിച്ചു തരാം. ഇപ്പൊ ട്രിപ്പ് കാണിച്ചു തരാം. മട്ടാഞ്ചേരിക്കാണേ, മട്ടാഞ്ചേരി എനിക്ക് 2 വട്ടം മാച്ചിങ് വന്ന്. അത് കഴിഞ്ഞ് കൺഫേം ആയിട്ട് വന്നേക്കാൻ. എവിടെ അടിച്ചോണ്ടിരിക്കണേ ട്രിപ്പ്, കൺഫേം ആയിട്ട് വന്നു. മഞ്ഞുമലി ഏതടിച്ചോണ്ടിരിക്കണേ, അതൊന്നും എടുക്കണില്ല നമ്മള്. കസ്റ്റമർ ക്യാൻസൽ, ഓക്കെ ആയിക്കോട്ടെ, താങ്ക് യു. ട്രിപ്പ് അടിച്ചോണ്ടിരിക്കണേ. ഇത് കണ്ടതേ ഒരോട്ടം വന്നേക്കണേ. സീൻ കണ്ട 349 രൂപ, 22.8, അതായത് 23 കിലോമീറ്റർ. കിലോമീറ്ററിനുള്ള ചാർജ് എത്ര 15 രൂപ മട്ടാഞ്ചേരിക്ക്. ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 520 രൂപ 530 രൂപയെങ്കിലും മേടിക്കണുണ്ടാവും. നമുക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ അടിച്ചേട്ടോ ഊബറിൽ. അതായത് അവിടെ നേരെ ചേരാനൊരു പമ്പിൽ ഇപ്പൊ എന്നിട്ട് ആ വീഡിയോ ഞാൻ എടുത്തില്ലേ, പമ്പിൽ നിന്ന് CNG കിട്ടിയില്ല. അങ്ങനെ കിട്ടാഞ്ഞല്ല, ഒരുപാട് സമയം എടുക്കും, വെയിറ്റ് ചെയ്യുന്നുള്ള മൂടടിച്ചേരി. അങ്ങനെ നേരെ നിൽക്കുമ്പോ തോപ്പുംപടി, അതായത് തോപ്പുംപടി ഇപ്പുറത്ത്, സോപ്പുംപടി ഒന്ന് ഓപ്പടി വായുണ്ട്, മട്ടാഞ്ചേരി എത്തണ്ടായിരുന്നു മുമ്പ് ഒരു ട്രിപ്പ് അടിച്ച്. ഞാൻ എന്ത് ചെയ്ത്, എന്തായാലും അത്ര ഉണ്ട്, നേരെ എടുത്തത് സാമാനം ഓഫ് ചെയ്യട്ടെ. ഊബർ ഓഫ് ചെയ്ത് ഞാനെല്ലാം ഓഫ് ചെയ്തിട്ട് കേട്ടോ. റാപ്പിഡോയും ഊബറും മറ്റേ കേരള സവാരിയൊക്കെ ഓഫ് ചെയ്ത്. അങ്ങനെ പെട്രോള് ഇത് തീർന്നു, CNG തീർന്നു, 2 ഘട്ടം. അപ്പൊ എന്തായാലും അടിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ചേരാനൂരിൽ നിന്ന് നേരെ നമ്മുടെ കണ്ടെയ്നർ റോഡിൽ അങ്ങോട്ട് പോകണം, അതല്ലെങ്കിൽ എടപ്പള്ളിക്ക് വരണം. അപ്പൊ എന്തായാലും 2 ഘട്ടം ഉണ്ട് എന്നുള്ള ഒരു മൂടാണല്ലോ. അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്ത് ട്രിപ്പ് അടിച്ചപ്പോ അതങ്ങാട്ട് എടുത്ത് ഒന്നും നോക്കിയില്ല. റേറ്റ് ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ 500 രൂപ കസ്റ്റമർ ഇട്ട് തന്ന്, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 490 രൂപ മേടിച്ചിട്ടുണ്ട്. അതായത് 499 ആയിരുന്നു ഊബറിൽ. എനിക്ക് കാണിച്ചത് 360 അങ്ങനെ എന്തോ കാണിച്ച. അങ്ങനെ സംഭവം ഞാൻ ഇവിടെ എത്തിച്ച്. അതായത് ഇപ്പൊ പമ്പിലെത്തിയിട്ടേ പെട്രോൾ അടിക്കണേ. അതായത് നേരെ ഇപ്പുറത്ത് നമ്മുടെ ഐലൻഡ് റോട്ടിൽ നിന്ന് അടിക്കാം. അപ്പൊ 200 രൂപക്ക് പെട്രോൾ അടിച്ചേക്കാല്ലോ നോക്ക്. दोस्तों हिंदी है मलयालम हिंदी है वो 200 वो CNG कलास CNG है ना गाड़ी है ना गैस है वो कलास है वो അങ്ങനെ ഇപ്പൊ 200 രൂപ പെട്രോൾ ഇതിന്റെ അത് കിടപ്പുണ്ട്. 10-300 രൂപ പെട്രോൾ. ഇപ്പൊ എന്തായാലും ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്ന സ്ഥിതിക്ക് എനിക്ക് പെട്ടുപോരുതല്ല. അതാണ് 200 രൂപ പെട്രോൾ അടിക്കാറുണ്ട്. പെട്രോൾ അടിച്ചിട്ട് നേരെ അങ്ങോട്ട് ചെല്ലണം. അതായത് 2-3 കിലോമീറ്റർ ഓടിയാ നമ്മൾ നേരെ CNG പമ്പിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ ചെയ്യാന്നോർത്ത്
എന്നിട്ട് ഇനി CNG അടിക്കണം. അപ്പൊ 200-800 രൂപ താഴെ എന്തായാലും CNG വരും. CNG ഫുള്ള് കലാസായി തീർന്ന്. അതായത് 206 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. നമ്മൾ 206 ഇന്ന് മൊത്തം അല്ല കേട്ടോ, 45 കിലോമീറ്റർ ഓടി നിന്ന വണ്ടിയാണ്. മനസ്സിലായോ? 45 മിനിഞ്ഞാന്ന് ഓടിക്കൊണ്ടു ഇട്ട വണ്ടിയാണ്. അങ്ങനെ അപ്പൊ ഇനി നേരെ CNG അടിച്ചിട്ടോടാം. പാലത്തിലൊക്കെ ബ്ലോക്ക് കാണിക്കണ്ടല്ലോ. തോപ്പുംപടി പാലത്തിലൊക്കെ ബ്ലോക്ക് കാണിക്കണ്ട. പാലത്ത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞിട്ടാ. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞ വേറെ ഒന്നുമല്ല, നാളെ രാവിലെ നമുക്ക് പേഴ്സണൽ ഓട്ടം ഉണ്ട്. മറ്റേ ഇവിടെ ചോറ്റാനിക്കരൊക്കെ ഒരു ഓട്ടം ഉണ്ട്. അപ്പോൾ അവിടെ പോകേണ്ട കാരണം നമ്മൾ കുറച്ച് നേരത്തെ പോകുന്ന. അപ്പോൾ നമ്മൾ കേരള സവാരിയിൽ മൊത്തം ഓടിയിരിക്കുന്ന ഇന്നത്തെ ട്രിപ്പ് 550 രൂപ, ഡിസ്റ്റൻസ് 27, പിക്കപ്പ് ഒരു 750 1.5 കിലോമീറ്ററും ആണ് പിക്കപ്പ്. 27 കിലോമീറ്ററിന് 550 രൂപ കേട്ടോ. കമ്മീഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ ഊമ്പറിൽ വരാൻ നേരത്ത് മൊത്തം ഓടിയിരിക്കുന്നത് 561 രൂപ. ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്, ഡ്രോപ്പിംഗ് ഡിസ്റ്റൻസ് മൊത്തത്തിൽ വരുന്നത് 36 കിലോമീറ്റർ. 36 കിലോമീറ്ററിന് 561. ഈ 561 ഒരെണ്ണം നമുക്ക് ക്യാൻസൽ, അതായത് ആ മറ്റേ ലഗേജ് കുപ്പി വാട്ടർ പ്ലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് വന്ന് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് 46 രൂപയോളം നമുക്ക് ഇതിനകത്ത് അടയ്ക്കണം. ശരിക്കും 500 ചില്ലറേ ഉള്ളൂ, 550 ഒന്നും ഇല്ല കേട്ടോ. അപ്പം 500 രൂപ 30 ഇത്ര കിലോമീറ്ററിന് 2 ട്രിപ്പ് എടുത്തിട്ടുള്ളത്. നമ്മൾ വേറെ ട്രിപ്പ് ഒന്നും എടുത്തിട്ടില്ല. അത് എടുത്തതിന് വേറെ കാര്യമുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയാം. അതേപോലെ തന്നെ റാപ്പിഡിൽ ഓടിയിരിക്കുന്നത് 1530 രൂപക്ക് നമ്മൾ ഓടിയിട്ടുണ്ട്. മൊത്തം ട്രിപ്പിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 6 ട്രിപ്പ് 1530 രൂപ. ഇതിൻ്റെ ടോട്ടൽ കിലോമീറ്റർ വരുന്നത് റാപ്പിഡോയിൽ വരുമ്പോഴത്തേക്കും 69 കിലോമീറ്റർ ഓടിയിട്ട് 1530 രൂപ നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ. 69 കിലോമീറ്റർ 1530 കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഡീറ്റെയിൽസ് മൊത്തം. ഒറ്റ CNG നമ്മൾ അടിച്ചിട്ടുള്ളൂ, റീഫിൽ ചെയ്തു നേരെ ഇങ്ങോട്ട് പോകുന്നു. അതായത് വണ്ടിയിൽ 13 കിലോമീറ്റർ ഇപ്പോൾ തിരിച്ചു പോകുന്നു. അതായത് ഐലൻഡിൻ്റെ അവിടെ നമ്മൾ അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. അങ്ങനെ അപ്പോൾ ടോട്ടൽ കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത് അടിക്കാൻ നേരത്ത് 206. അതിൻ്റെ അകത്ത് 40 കുറയണം. കാരണം മിനിഞ്ഞാന്ന് നമ്മൾ ഓടി വന്നതിൻ്റെ ബാലൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 160 കിലോമീറ്റർ താഴെയാണ് വണ്ടി നമ്മൾ ഓടിച്ചിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ കിലോമീറ്റർ റേറ്റ് ഇന്നത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ റിട്ടേൺ വരാൻ വേണ്ടി ഉപയോഗിച്ചത്, അതായത് ഇവിടെ അമൃത നഗറിൽ നിന്ന് മട്ടാഞ്ചേരിക്ക് വരുന്ന റേറ്റ് 350 രൂപ. അതായത് കിലോമീറ്ററിന് 15 രൂപ താഴെ മാത്രമാണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാർ റേറ്റിങ്ങും കാര്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റാർ റേറ്റിംഗ് നോക്കി ട്രിപ്പ് എടുക്കണം, അല്ലെങ്കിൽ എല്ലാ ട്രിപ്പും എടുക്കണം, എല്ലാ ട്രിപ്പും എടുത്തില്ല ഓട്ടം കിട്ടില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആരെയോടും അവർക്ക് അവരുടെ തെറ്റിദ്ധാരണ ആയിരിക്കും, എനിക്കറിയില്ല എന്താണ് സംഭവം. ആരും പറഞ്ഞു കൊടുക്കണമാണോ ഒന്നും അറിയില്ല. റേറ്റിംഗ് ഇല്ല, എല്ലാ ട്രിപ്പുകളും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ട്രിപ്പ് കിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ, അതായത് മിനിഞ്ഞാന്ന് വരെ നമ്മുടെ അക്സെപ്റ്റൻസി റേറ്റ് വരുന്നത് 56 ആയിരുന്നു, ക്യാൻസലേഷൻ 5 ആയിരുന്നു, സ്റ്റാർ റേറ്റിംഗ് 4.94 വരുന്നുണ്ട്. ഇപ്പോഴത്തെ നിലവിൽ എനിക്ക് വന്നിരിക്കുന്നത് ഇതുണ്ടോ, കണ്ടോ? അതായത് അക്സെപ്റ്റൻസി 33, ഇന്ന് ക്യാൻസലേഷൻ 3, അതായത് 4 എന്നുള്ളത് കുറഞ്ഞു. അതായത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാറില്ല, എടുത്ത ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, ആവശ്യമില്ലാണ്ട് ട്രിപ്പുകൾ നമ്മൾ എടുക്കാറില്ല. സ്റ്റാർ റേറ്റിംഗ് അത് തന്നെ. ഈ അക്സെപ്റ്റൻസി 33. മനസ്സിലായില്ലേ? ഈ അക്സെപ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കൂടും, ഒരു ദിവസം എടുത്തില്ലെങ്കിൽ കുറയും. അതൊന്നും ആലോചിച്ച് ബേജാറാകേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് ആവശ്യമുള്ള ട്രിപ്പുകൾ മാത്രം എടുക്കുക, നോക്കി ട്രിപ്പുകൾ എടുക്കുക. എനിക്കിപ്പോഴും റിസർവേഷനും കാര്യം വന്നിട്ട് ഇന്ന് കൊടുങ്ങല്ലൂർ സൈഡിലേക്കുള്ള ട്രിപ്പ് ഉണ്ടല്ല, 1000 സംതിങ് എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അതായത് 100 സംതിങ് കിലോമീറ്റർ നമ്മൾ ഓടണം, അതിന് ഇത്ര രൂപ 2000 രൂപ തരും, അതിൻ്റെ കൊടുത്ത് 200 രൂപ കയറ്റി വെക്കും. ഇതാണ്. അവിടെ നിന്ന് റിട്ടേൺ കിട്ടില്ല എന്നുള്ള കാര്യം കണ്ടറിയാം. റിട്ടേൺ കിട്ടാറുണ്ട് കേട്ടോ, റിട്ടേൺ ഇന്റർസിറ്റിയൊക്കെ റിട്ടേൺ ഒക്കെ കിട്ടാറുണ്ട്. പൊതുവെ കിട്ടിയാണ് ഞാൻ പോന്നേക്കണത്.
അപ്പോൾ ഇൻ്റർസിറ്റി ട്രിപ്പുകൾ എപ്പോഴും നമുക്ക് ആശ്രയിച്ച് ഇങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ നിലവിൽ ഇവിടുത്തെ സാഹചര്യം ഇപ്പോഴും ഞാൻ പറയുന്നത് ആ റേറ്റിൽ തന്നെ മുമ്പോട്ട് പോണത്. നമ്മുടെ വണ്ടിയിൽ ഫുൾ ടാങ്ക് CNG അടിച്ചാൽ 200-230 കിലോമീറ്റർ വണ്ടി ഓടും ഒരു ട്രിപ്പിന്. അതായത് 22-23 കിലോമീറ്റർ വണ്ടി ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വെറും 350 രൂപയാണ്. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 350 × 10 350 × 10 എന്ന് പറയുമ്പോഴത്തേക്കും 10 ഞാൻ ഉദ്ദേശിച്ച് 200 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത് 345 350 ഇല്ല, ഞാൻ 345 350 കൂട്ടാം. 350 × 10 3500 രൂപ. അതായത് നിൽക്കാണ്ട് എല്ലായിടത്തും ചെന്ന് 350 രൂപക്ക് അവിടെ കൊണ്ടുപോയി 20 കിലോമീറ്റർ പിന്നെ കൊണ്ട് അവിടെ കൊണ്ടുപോയി അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ 3500 രൂപ കിട്ടുമെന്ന് വിചാരിക്കുക. ഇതൊന്നും കിട്ടാൻ പോണില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്. ഈ 3500 നിന്ന് റെൻറ്റുകാരാണെങ്കിൽ 950 രൂപ അല്ലെങ്കിൽ 900 രൂപ വാഗനാറിൻ്റെ റെൻറ്റ് കഴിഞ്ഞിട്ട് 2500 രൂപ. ഈ 2500 നിന്ന് ഈ ഇത്രയും കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ടുള്ള CNGയുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 800 രൂപ കൂട്ടിയാൽ മതി. ബാക്കി 1750 രൂപ. ഈ 1750 നിന്ന് ഇതെന്തായാലും തീർന്നു കഴിയുമല്ലേ 3500 ഓടുമ്പോൾ. പിറ്റേ ദിവസത്തേക്കുള്ള CNG പിന്നെ 750 രൂപ, ബാക്കി 1000 രൂപ. ഈ നിൽക്കാണ്ട് ഓട്ടം ഉണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം ഒരു റെൻറ്റ് ഓടുന്ന ഒരാൾക്ക് കിട്ടാവുന്ന എമൗണ്ട് 1000 രൂപ. ഇങ്ങനെ ഓട്ടം എടുത്താൽ, അതായത് ഊബറിനെ മാത്രം ആശ്രയിച്ച് കണ്ടിന്യൂസ്ലി ഈ പറഞ്ഞ 350 രൂപയുടെ ഓട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നാലാണ് ഞാൻ പറയുന്നത്. അതില്ലെങ്കിൽ കണ്ടറിയണം. അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർസിറ്റി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് ആരോടും ഞാൻ ഇതുവരെ ഞാൻ നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ. നെഗറ്റീവ് അല്ല, യഥാർത്ഥമായിട്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ പറയണത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് പറയണതിൻ്റെ മെയിൻ കാര്യം, എല്ലാവർക്കും ആഗ്രഹമുണ്ട് വണ്ടി എടുക്കണം, ജോലി ചെയ്യണമെന്ന്. അപ്പോൾ ഈ റെൻറ്റുകാർ വണ്ടി എടുക്കണതിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഇന്ന ആപ്പുകളെ മാത്രം ആശ്രയിച്ച് തോന്നുന്നത്. എല്ലാ ആപ്പുകളെയും കൂടി ആശ്രയിച്ച് ഓടിയാലും നോക്കിയും കണ്ടും ട്രിപ്പുകൾ എടുത്ത് ഓടിയാലും ഉള്ള ഡിഫറൻസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഈ 1500 രൂപ ഞാൻ ഇപ്പോൾ CNG അടിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഇതേപോലെ തന്നെ ആൾക്കാരിലേക്ക്, കസ്റ്റമറിലേക്ക് ഈ കേരള സവാരിയും റാപ്പിഡോയും ഒക്കെ എത്തിക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷെ അതിന് നമ്മൾ തന്നെ മുൻകൈ എടുത്ത് മുമ്പോട്ട് ഇറങ്ങാതെ രക്ഷയില്ല. ഡ്രൈവർമാർ മാക്സിമം കസ്റ്റമറിലേക്ക് പറയുക എന്നുള്ളൊരു ബോധം കൂടി എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഓണാക്കിയത്. ഇപ്പോൾ ട്രിപ്പ് നമ്മൾ ഇന്നിരിക്കുന്ന 2 ട്രിപ്പ് കേട്ടോ, 561 രൂപ. അല്ലാതെ ഞാൻ ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നില്ല. ഞാൻ വെറും തേർഡറി ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സെക്കൻഡറി പോലും അല്ല, തേർഡറി. ഞാൻ പിന്നെ പറയുന്നതേ ഉള്ളൂ സെക്കൻഡറി ആണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഒരു അറിവിന് വേണ്ടിയിട്ടാണ്, അത് അറിയില്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സാഹചര്യം ഇങ്ങനെയാണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പറഞ്ഞത്. അല്ലാതെ ഫേക്കായിട്ട് ഒരുപാട് ആൾക്കാർ ഓരോ വീഡിയോ കിലോമീറ്റർ എന്താണെന്ന് അറിയുന്നില്ല, ഒന്നുമില്ല, ഞാൻ 2000 ഉണ്ടാക്കി 3000 ഉണ്ടാക്കി എന്ന് പറയണവർക്ക് ഒരു മറുപടിയായിട്ടല്ല ഈ വീഡിയോ. ഇതാണ് സിറ്റുവേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കാം, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എന്ത് കിട്ടുമെന്നുള്ളതിനുള്ള ഒരു ഉത്തരവാണത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ഓട്ടം കിട്ടാറില്ല, അതായത് റേറ്റിംഗ് ഇല്ലെങ്കിൽ ഓട്ടം കിട്ടില്ല എന്ന് പറയാറുണ്ട്. അവർക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ സ്ക്രീൻഷോട്ടുകളാണ്, കൺഫേം ട്രിപ്പുകൾ ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇന്ന് ഞാൻ എടുത്ത സ്ക്രീൻഷോട്ടുകളാണ് കേട്ടോ. ഇന്നത്തെയാണ് ഇതേ, എൻ്റെ അടിയിലുണ്ടാവും ചിലപ്പോൾ. അതെ, ഇത് യെസ്റ്റർഡേ, താഴത്തേക്ക്, ഇതിൻ്റെ മുകളിൽ ടുഡേ ആണ്. ഇതെല്ലാം നമുക്ക് ഇന്ന് വരുന്ന ട്രിപ്പുകളാണ്. കണ്ട സെയിം ട്രിപ്പുകളാണ് മാച്ചിങ് ആയിട്ടും ഇതായിട്ടും അടിച്ചിട്ടിരിക്കുന്നത്. കണ്ട ഇതെല്ലാം കൺഫേം ട്രിപ്പുകളാണ്. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും ഒന്ന് മനസ്സിലാക്കുക. കണ്ട ഇതെല്ലാം കൺഫേം ട്രിപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ട്രിപ്പ് വരുമ്പോൾ പിക്കപ്പിൻ്റെ ലൊക്കേഷനും റേറ്റ് ഇപ്പോൾ ഒരു 17 രൂപ കൂടുതലെങ്കിലും ഉണ്ടാവുമെന്നൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക. 14 രൂപയുടെ ട്രിപ്പുകളൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും സിറ്റുവേഷൻ. അവസാനം നമുക്ക് ചിലവിന് മാത്രമേ പൈസ ഉണ്ടാവുള്ളൂ എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലോഗുമായിട്ട് തന്നെ മുമ്പോട്ട് പോകാം. ഞാൻ ജസ്റ്റ് ഇത് പറയണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അറിയില്ല, അതായത് അറിഞ്ഞിട്ട് പറയാതിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പറഞ്ഞു തന്നെ പോകണം. എന്തായാലും ഒരു വീഡിയോ ഇടുമ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റണമെന്നുള്ള ഓർത്തോ എല്ലാ വീഡിയോയിലും നമ്മളിത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് പോകുന്നത് എന്തെങ്കിലും അപ്ഡേഷൻ ഇതിൽ വരികയാണ് അല്ലെങ്കിൽ റേറ്റ് കൂടുകയാണെന്ന് എനിക്ക് ഫീൽ ചെയ്താൽ ഞാൻ അതും പറയും. അതേപോലെ തന്നെ റാപ്പിഡോയിലോ കേരള സവാരിയിലോ റേറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഞാൻ പറയും. ഇപ്പം ഇത് ഞാൻ വന്ന വഴി തന്നെ എനിക്ക് ഇതിൽ കൊടുങ്ങല്ലൂരേക്കൊരു ഓട്ടം ഓലയിലടിച്ച് 1199 രൂപ. ഈ 1199 രൂപ പ്രോഫിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ
ഒന്ന് ആലോചിച്ച് വെക്കണം. 90 സംതിങ് കിലോമീറ്റർ ഉണ്ട്, അതിൻ്റെ അകത്ത് 100-300 രൂപ കൂടുതലുണ്ട്. പക്ഷെ ഞാൻ എടുത്തില്ല, ഈ സമയമാണ് നമുക്ക് പോയിട്ട് വല്ല. രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു കൈ നോക്കിയേനെ. എന്നുവെച്ചാൽ റിട്ടേൺ നമുക്ക് ഊബറൊക്കെ ഓണാക്കി ഇടാം, ട്രിപ്പൊക്കെ എടുത്ത് പോരാം. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. ഇന്റർസിറ്റി ഒക്കെ പോയി കഴിഞ്ഞാൽ ഊബറിൽ റിട്ടേൺ ആക്കി കിട്ടും. പക്ഷേ ഓലയിൽ പോയിട്ട് റിട്ടേൺ അതിൽ എന്തോരം പ്രാക്ടിക്കൽ ആണെന്നുള്ള കാര്യം ഞാൻ നോക്കണം. ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ അപ്പോൾ ശരി, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.